അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ,
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിശ്ചലമായ വിശ്വാസം, സ്ഥിരമായ വിശ്വാസം വിശ്വാസ തളർച്ചയുടെ സൂചനയാണ്. വിശ്വാസം വളരുന്നില്ലെങ്കിൽ നമുക്ക് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെങ്ങനെ റിപ്പയർ ചെയ്യാവുന്ന ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ കാണുന്നത് വിശ്വാസ വളർച്ചയെക്കുറിച്ച് ബൈബിൾ വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. വിശ്വാസം വളരേണ്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബൈബിൾ ഉറച്ചു നിൽക്കുന്നത്. 2 തെസ്സലോനിക്കർ 1:3 വായിച്ചേ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതായത് തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം, അതായത് their faith is growing more and more. വിശ്വാസത്തിലേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിശ്വാസത്തിലേക്ക് മുന്നേറുമ്പോൾ എന്നാ സംഭവിക്കണത്? ഒരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല അവിടെ വർക്ക് ചെയ്യണത്, ആശയപരമായിട്ടുള്ള വിശ്വാസമല്ല. മറിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ മുന്നേറിയാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷ വിഹിതമാണ്, രക്ഷാകരമാണ്, യേശു കേന്ദ്രീകൃതമാണെങ്കിൽ അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ, വിശ്വാസത്തിൽ വളർന്നുവെന്ന് പറയുന്നവൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചോ എന്നാണ്. ഈ സ്നേഹത്തെയൊക്കെ വിശ്വാസം ആയിട്ടാണ് ബൈബിള് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്, വില കൂടിയ എക്സ്പ്രഷൻസാണ്. വിശ്വാസത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള എക്സ്പ്രഷൻസാണ് പരസ്പര സ്നേഹം എന്നുള്ളത്. വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ ദൈവം നോക്കണത് സ്നേഹം വർദ്ധിച്ചോ എന്നാണ് നോക്കണത്. മനുഷ്യന്മാരോടുള്ള സ്നേഹം, അവശ്യരോടുള്ള സ്നേഹം, കരുണ അർഹിക്കുന്നതോടുള്ള സ്നേഹം, നമുക്കൊന്നും ലഭിക്കാതെ തന്നെ അങ്ങോട്ട് മറ്റുള്ളവരെ നിലനിർത്താനുള്ള സ്നേഹം, വളർത്താനുള്ള സ്നേഹം, ഇതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലാണ് വിശ്വാസം വളർന്നുവെന്ന് ദൈവം കണക്കിലെടുക്കണം. അത് നമ്മൾ വളരെ ഗൗരവതരമായ ആശയപരമായിട്ടുള്ള, എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വിശ്വാസം ഉണ്ട് ഇപ്പം തോന്നേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പരസ്നേഹത്തിൻ്റെ മേഖലകളിൽ അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം. ശ്രദ്ധിക്കുമല്ലോ. എൻ്റെ പേര് സബി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബറിലാണ്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാരണമായിരുന്നു. അത് അത്രയും ഭയങ്കര പ്രശ്നങ്ങളാണെങ്കിൽ അത് മാത്രം ഉടമ്പടിയിൽ വെച്ചില്ല. പക്ഷേ സംഭവിച്ചത് ഉത്തരം കിട്ടിയത് ആ ഉടമ്പടിയിൽ വെക്കാത്ത ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ടൊന്നും ഒരു ചൂല് എന്ന് പറഞ്ഞ സാധനം തൊടാൻ പറ്റില്ല. ചൂല് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ചൂല് തൊടുന്നതോടെ ചൂലിൽ ഞാൻ തൊട്ട് കഴിയുമ്പോൾ മുതൽ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂല് തൊടാറോ വർഷങ്ങളായിട്ട് പിന്നെ അച്ഛനാണ് അടിച്ചു വാരുകയും വീടെല്ലാം വൃത്തിയാക്കുകയും ചെയ്യുന്നത്. വീട് വൃത്തിയാക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മുതൽ ആദ്യം ദേഷ്യം വരും. പിന്നെ മേലെല്ലാം ചൊറിഞ്ഞു പൊട്ടി മേലെല്ലാം മണക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോഴേക്കും പനിയാവും. പിന്നെ 2-3 ദിവസം കിടപ്പിലാവും. അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് മാറ്റാനോ
പണി എത്ര കൂടുതൽ ചെയ്യുന്നോ അത്രമാത്രം പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് പിള്ളേരെയാവും, പിന്നെ അത് അച്ചാനിയാവും. പിന്നെ ഞാനിങ്ങനെ കിടപ്പിലാകുന്നതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അച്ഛൻ മാത്രമേ അത് ചെയ്യാറുള്ളൂ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതുകൊണ്ട് അല്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാതെ കിടപ്പിലാകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ തുടങ്ങി. എല്ലാ പ്രവൃത്തികളും ഉടമ്പടി പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഞങ്ങൾ പാലിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി പെട്ടെന്നൊന്ന് വീട് മാറണം തോന്നി. ഞങ്ങൾ വീടൊന്ന് മാറാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒറ്റയ്ക്കുള്ള വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് മാറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 1.5-2 വർഷത്തോളം ഞങ്ങൾക്ക് വീടേ കിട്ടുന്നില്ല. എവിടെ വീട് അന്വേഷിച്ച് ഒറ്റയ്ക്ക് തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടണം. അല്ലാതെ ഞങ്ങളുടെ വേറെ റെൻറ്റിന് കൊടുക്കാനുള്ളത് അത്ര പണമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വീട് അന്വേഷിച്ചു. ഒറ്റയ്ക്ക് വീട് കിട്ടുന്നില്ല. എന്തായാലും പ്രാർത്ഥിച്ച് 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി. ഞങ്ങൾ താമസം മാറാൻ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഉടമസ്ഥനോട് പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തന്നെ, ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായാലും കുഴപ്പമില്ല, നിങ്ങളെപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ പൈസ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് പൈസ രണ്ടാമത് ഒരാഴ്ച ഇങ്ങനെ വൈകാൻ തുടങ്ങി, ഒരു മാസങ്ങൾ വൈകാൻ തുടങ്ങി. പൈസ ചോദിക്കുന്നതനുസരിച്ച് പിന്നെ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വല്ലാത്ത ഒരു എന്താ പറയുക, ഞങ്ങളെ വല്ലാത്ത ഒരു ഉപദ്രവം ഞങ്ങളെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര ഒരു സിംഹം പോലെ ആകാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തെ മാത്രം ആ പൈസയ്ക്ക് വേണ്ടി ദൈവത്തെ ആശ്രയിക്കാമെന്നല്ലാതെ വേറൊരു വഴിയില്ല. വേറൊരു നിയമവശം നോക്കിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. അതിനും ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. മാതാവ് ഞങ്ങൾ ഇതിനകത്തൊന്ന് രക്ഷിക്കണം. പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഭയങ്കരമായിട്ട് വഷളായി. എനിക്ക് വീട്ടിലുള്ള ഒരു വീടൊന്നും മാറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു സാധനത്തിൽ പോലും എടുത്ത് ഒരു ഡെപ്പ പോലും എടുത്തൊന്ന് തുടച്ച് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോഴേക്കും വേദന ഇളകാൻ തുടങ്ങി. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. ഓരോരുത്തർക്കും മാറി മാറി വേദന എടുക്കുന്ന കുറച്ച് നേരം ഒരു പണിയെടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഈ പ്രശ്നം മാറി പോയി കുളിക്കണം. അങ്ങനെ അച്ഛനാണെങ്കിൽ കുളിച്ച് മടുത്തു. ശരിക്കും പറഞ്ഞാൽ പനി പിടിച്ചിട്ട് എണിക്കാൻ വയ്യാതെ ശരീരം ആസകലം വേദനയും എന്ത് ചെയ്യുമെന്ന് അറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ അങ്ങ് ഗതി കെട്ടു. അങ്ങനെ അപ്പോഴാണ് ആ സമയത്താണ് എനിക്ക് അഖണ്ഡ ജപമാല റാലി വരുന്നത്. അങ്ങനെ ഒക്ടോബർ 25 മാതാവ് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ അഖണ്ഡ ജപമാല റാലിക്ക് ഞങ്ങൾ വന്നുകൂടി. വളരെ കഷ്ടപ്പെട്ടാണ് വന്നുകൂടി ഞങ്ങൾ ചെന്നു. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് പിന്നെ വരും, അവർ തിരിച്ചു പോകും, ഓരോരുത്തരും വരും തിരിച്ചു പോകും. ഞങ്ങൾക്ക് മനസ്സിലായി പൈസ കിട്ടൂല. അങ്ങനെ എന്തായാലും അഖണ്ഡമാല റാലി കൂടി കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നു. ഞങ്ങൾക്ക് പൈസ പെട്ടെന്ന് ഒരാൾ ഒറ്റയ്ക്ക് വന്നു. ഇയാൾ വളരെ സമാധാനമായിട്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പൈസ തന്നു. ഞങ്ങൾക്ക് വീട് മാറാൻ പറ്റി. ഞങ്ങൾ ഈ 2025 ഡിസംബർ 1 ഞങ്ങൾ വീട് മാറി ഒരു പുതിയ വീട് തന്നെ മാതാവ് തന്നു. അത് ഞങ്ങൾ കുറേ വീടുകൾ പോയി കണ്ടു. ഒരു വീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടില്ലായിരുന്നു. കാരണം ഏത് വീട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താമസയോഗ്യമല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. കൃത്യം പള്ളീൻ്റെ അടുത്ത് തന്നെ മാതാവ് പ്രാർത്ഥിച്ച് ഒരു വീട് തന്നു. പള്ളിയിൽ പോകാൻ പറ്റി. ആ വീട്ടിൽ ഞങ്ങൾ 2 മാസമായി ഇപ്പോൾ താമസം തുടങ്ങിയിട്ട് ഒരു പ്രശ്നങ്ങളില്ല, ഒരു അസ്വസ്ഥതകളോ. എനിക്കെല്ലാം ചെയ്യാൻ തുടങ്ങി. ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനവും സ്വസ്ഥതയും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ഇത്രയും വലിയ ഈ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച പരിശുദ്ധ അമ്മയ്ക്കും കർത്താവിനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ക്യാൻസർ സെൻ്ററിൽ പോകും, അവിടെ പൈസ കൊടുക്കും. പിന്നെ ഇവിടെ കൃപാസനത്തിലേക്ക് വരാനുള്ളവർക്ക് വണ്ടിക്കൂലി കൊടുക്കും. പിന്നെ അവിടെ പോകുന്ന ഞാൻ RCCൻ്റെ അവിടെ പോയി ഞാൻ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കും. പിന്നെ ഭക്ഷണം മേടിച്ച് കൊടുക്കും. അങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ പത്രം ഞാൻ ചിലപ്പോൾ 10 കെട്ട് മേടിക്കും, ചിലപ്പോൾ 8 കെട്ട് മേടിക്കും. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തായാലും മാതാവ് അതിനുള്ളൊരു കൃപ അത് കൊടുക്കുന്നത് വലിയൊരു താല്പര്യമുള്ള കാര്യമാക്കി എനിക്ക് മാറ്റി തന്നു. അതെനിക്കൊരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് കൊടുക്കാനുള്ള കൃപ തന്നു. അതിനും എന്നെ സഹായിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ച പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും വീണ്ടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നന്ദി. ഇന്ന് ദൈവം തന്നതല്ലാതെ ഒന്നും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ, ഞാനും എൻ്റെ കുടുംബം ഇവിടെ നിൽക്കാൻ നൽകിയ അനുഗ്രഹത്തിന് ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് എന്നും നന്ദി.
എൻ്റെ പേര് ആതിര. ഞാൻ കോടനാട് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതൊക്കെ വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു മടിയുള്ള ഒരാളായിരുന്നു. പ്രാർത്ഥിക്കാനാണെങ്കിൽ അവിടെ മാതാവ് ഉണ്ടല്ലോ നമ്മുടെ പള്ളിയിലും, നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളൊരു വിചാരമായിരുന്നു. ഞാൻ അങ്ങനെ എന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിൽ അധികം ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ മെൻസസിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നതാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ മുതൽ. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മ ഈ ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിലും അധികം ഫോളോ അപ്പ് ഗൈനക്കിൻ്റെ ഭാഗത്തുനിന്നൊന്നും എടുത്തിരുന്നില്ല. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരികയും നടക്കുമ്പോൾ ബ്ലഡ് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി UST സ്കാൻ എടുത്തു അബ്ഡോമൻ്റെ. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ ഒരു ഫൈബ്രോയിഡ് ആണല്ലോ, അതും വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ അടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ എക്സാമിനേഷൻ ശേഷം പറഞ്ഞു സെർവിക്സിൻ്റെ അവിടെ അത്ര ഹെൽത്തി അല്ല, നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് അമ്മേനെ കൊണ്ടുവന്നു. അവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, ജസ്റ്റ് നമുക്ക് ഒന്ന് ബയോപ്സി എടുക്കാം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ ബയോപ്സി എടുത്തു. അതിനകത്ത് HPV പോസിറ്റീവായിട്ട് വന്നു അമ്മയ്ക്ക്. നമുക്കറിയാവുന്ന പോലെ ലീഡിങ് കോസ് ഓഫ് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഉണ്ടാക്കുന്ന വൈറസാണത് HPV. അപ്പോൾ അമ്മയ്ക്ക് അത് പിന്നെ വളരെ ടെൻഷനായി തുടങ്ങി. അടുത്ത് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷൻ, നിരാശ, ആകെ ഭയങ്കര ഡൗൺ ആയിരിക്കുമായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബയോപ്സിക്ക് വേണ്ടി ഞങ്ങൾ പോയി. കോൾപോസ്കോപ്പി ബയോപ്സി ആണ് എടുത്തത്, അപ്പോൾ സെർവിക്കൽ ബയോപ്സി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സെൽസ്, ക്യാൻസറസോ ആയിട്ടുള്ള സെൽസ് ഉള്ള സ്ഥലത്ത് വൈറ്റ് പാച്ചസ് പോലെ വരും. എന്നിട്ട് അമ്മേനെ കയറ്റി ബയോപ്സി എടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞിട്ട് വന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വൈറ്റ് പാച്ചസ് ആയിട്ട് 2-3 സ്ഥലങ്ങളിലുണ്ട്, നമുക്ക് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. 14 ദിവസമാണ് ബയോപ്സിയുടെ റിപ്പോർട്ട് വരാനുള്ള സമയം പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ വലിയാഴ്ചയായിരുന്നു അത്. അപ്പോൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ധൈര്യമില്ല. ഞാൻ ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഞങ്ങൾ ഈ ഓരോ പ്രാവശ്യവും റിപ്പോർട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരേണ്ടത്. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോവാം, പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത് റിപ്പോർട്ട് വയ്ക്കാൻ. എനിക്ക് തൊട്ടും തരില്ല, കൈയും കാലമൊക്കെ വിറക്കിയായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞു, വൈറ്റ് പാച്ചസ് ഒന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഒന്നും കൂടി എടുത്ത് ചോദിച്ചു, ഡോക്ടറെ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നുമില്ലല്ലോ എന്ന്. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ആരോഗ്യവതിയായിട്ട് എൻ്റെ കൂടെ വേണമെന്നാണ്. എൻ്റെ അമ്മേനെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നന്ദി ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാവില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് എന്നും നന്ദി. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഞാൻ CBT IELTS ഒക്കെ പാസ്സായതാണ്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചാൻസസും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ എല്ലാവരും എന്നെ കുത്തുവാക്കുകളും കളിയാക്കലുകളായിരുന്നു. നീ ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് ഈ വെറുതെ സേവനത്തിനാണോ നീ പോണേ? അങ്ങനെ ഒത്തിരി കൂടെ ഉള്ളവരൊക്കെ ഒരു സ്ഥലത്ത് കയറിയപ്പോഴും എനിക്ക് ഇതൊന്നും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ആ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥനയിൽ അത് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് വായിക്കണം. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായിരുന്നു. ടെൻഷൻ വന്നാലും ഞാനിപ്പോൾ ആ സമയത്തൊന്നും ആരോടും ഒന്നും പറയാൻ പോയില്ല. ബൈബിളെടുത്ത് രാത്രിയാണോ വെളുപ്പിനാണോ എപ്പോഴാണോ ആ ഒരു ടെൻഷനും സങ്കടം വരണേ അപ്പം തന്നെ ഞാൻ ബൈബിളെടുത്ത് വായിക്കാനും കുർബാനയിൽ പോകാനും. ഒരു 2 ആഴ്ചത്തേക്ക് കൂടുതൽ ഞാൻ ഗ്യാപ്പ് വരുത്താണ്ട് ഒരു മാസത്തെ മുകളിൽ ഒരിക്കലും പോയിട്ടില്ല കുമ്പസാരിക്കാതെ. അങ്ങനെ ഞാൻ കൂടുതൽ ആത്മീയ ജീവിതം ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ അതുവരെ ഒരു വേക്കൻസി അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു വേക്കൻസി വരെയും ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് എന്നെ കളിയാക്കിയിട്ട് മുമ്പിൽ തന്നെ ദൈവം എനിക്ക് സ്റ്റാഫ് നഴ്സിൻ്റെ പൊസിഷൻ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത് ഞാൻ നിയോഗം വെച്ചിരുന്ന എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് കുറച്ച് ഡിലേ വന്നെങ്കിലും അവൾക്ക് നല്ലൊരു പങ്കാളിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞങ്ങൾക്കത് ഒന്നും അന്വേഷിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് മാട്രിമോണിയയിൽ അമ്മ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം മാട്രിമോണിയയിൽ കൊടുത്തു. ഒരാഴ്ച എടുത്തു
എടുത്തില്ല. അതിനു മുന്നേ നല്ലൊരു ആലോചന വരികയും അത് ഫിക്സ് ആവുകയും ചെയ്തു. അവളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം നന്നായിട്ട് തന്നെ എനിക്ക് നടത്തി തന്നു. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് കഴിയുമ്പോഴും അത് വെട്ടി ടിക്കിട്ട് പോണ പോലെ അതേ ഓർഡറിൽ എൻ്റെ ഓരോ നിയോഗങ്ങളും ദൈവം അങ്ങ് ടിക്കിട്ട് എനിക്ക് സാധിച്ചു തന്നു. ദൈവമേ, എല്ലാത്തിനും നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് 1000 നന്ദി. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുവന്ന് എനിക്കറിയണവർക്കും അറിയാത്തവർക്കും എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യണോടത്താണെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നീയും കൃപാസനത്തിൽ പോയി തുടങ്ങിയോന്ന്. അപ്പോൾ അന്നൊക്കെ ഞാൻ ഒരു എന്താ പറയുക, അത്ര അങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം അതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എന്നിലുള്ള മാറ്റം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ തോരാതെ അവരോട് പറയാനുള്ളൊരു ധൈര്യവും ആ ഒരു മനസ്സിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ഞാൻ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ ആരോടും വർഷങ്ങളോളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനും ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു 20-25 സൈക്യാട്രിക് പേഷ്യൻസ് ഉള്ളൊരു മഠമുണ്ട്. അവർ ഭയങ്കര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ അന്നത്തെ നടന്നു പോണവരാണ്. എനിക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞ ജോലി അധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പേഷ്യൻസിനോടാണെങ്കിൽ എനിക്ക് അത്ര ഓപ്പണായിട്ട് എനിക്ക് എപ്പോഴും പെരുമാറാൻ പറ്റിയിരുന്നില്ല. അതേ പിന്നെ ഞാൻ കരുണയോട് അവരോട് പെരുമാറാനും അവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, അങ്ങ് എന്നോട് ഇത്രയും കരുണ കാണിക്കണമല്ലോ, അതിലൊരു അംശമെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കണ്ടേന്ന് വെച്ച് പ്രാർത്ഥിച്ച് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങി. അത് ദൈവം എല്ലാ രീതിയിലും എന്നെ ഉയർത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഈശോയ്ക്കും പവിത്രവും പാവനവുമായ ഈ അൾത്താരയുടെ വേദിയിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി, തൊടുപുഴ വഴുത്തലയിൽ നിന്നാണ് വരുന്നത്. പിന്നെ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എനിക്ക് 2 മക്കളാണ്. അതിനകത്ത് മൂത്തയാൾ OET എഴുതാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 5 പ്രാവശ്യം OET എഴുതി. അതിനകത്ത് 5 പ്രാവശ്യവും അവൾ ഫെയിലായിപ്പോയി. 6ാമത്തെ എഴുത്തിലാണ് മോൾക്ക് OET ലഭിക്കുകയുണ്ടായത്. അപ്പോൾ മോളും ഞാനും കൃപാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു OET അവസാന ഡേറ്റോട് കൂടി അവൾ എഴുതി പൂർത്തീകരിക്കുവാന്ന് എന്നോട് പറഞ്ഞു. മമ്മി, ഇനി ഞാൻ എഴുതില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെ എൻ്റെ മകളിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മ മാതാവ് കൂടെ വരണമേ. സഞ്ചാരി അമ്മയായി അമ്മ കൂടെ ആയിരിക്കണമേ. അവളുടെ കൂടെയാകണമേ. അമ്മ എപ്പോഴും അവളുടെ കൂടെയുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ നിറവാർന്ന സാന്നിധ്യം എൻ്റെ പൊന്നോമന മകളുടെ മേലുണ്ടാകണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സഞ്ചാരി അമ്മ കൂടെ ചെന്നുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എൻ്റെ ആ മകൾക്ക് OET 6ാമത്തെ എഴുത്തിൽ പൂർണ്ണമായിട്ടുള്ള വിജയം നൽകി എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ എൻ്റെ കുഞ്ഞിനെ വിജയം നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ അമ്മയെപ്പോലെ ഒരു ഗ്രേ കളറിലുള്ള ഒരു വേഷം അണിഞ്ഞ ഒരു വ്യക്തി അവളെ ഇൻ്റർവ്യൂ ചെയ്യുവാനും ആ ഇൻ്റർവ്യൂ അവളുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു ഗിഫ്റ്റായിട്ട് ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സാകുവാനും എൻ്റെ പരിശുദ്ധ അമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് ജൂൺ 15-ാം തീയതി അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കൃപ ലഭിക്കുകയും ആ വിജയത്തിലൂടെ അവൾ അയർലൻഡിലേക്ക് പോകുവാൻ പരിശുദ്ധ അമ്മ 6 ലക്ഷം രൂപയോളം മുടക്ക് വന്നു. ആ സമയത്ത് മോളെ പഠിപ്പിച്ചതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇരിക്കുന്ന സമയത്തും 5 പ്രാവശ്യം OET എഴുതിയതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്തുമാണ് ഈ 6ാമത്തെ എഴുത്തിൽ 6 ലക്ഷം രൂപയോളം മുടക്ക് പെട്ടെന്ന് തന്നെ വരികയാണ്. അങ്ങനെ ആ സമയത്ത് എൻ്റെ മോൾക്ക് 6 ലക്ഷം രൂപയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ ആ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞാൻ താഴ്മയോടെ നിന്നപ്പോൾ എൻ്റെ അമ്മ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ മകളുടെ മേൽ പ്രവർത്തിച്ചു. അങ്ങനെ അവൾ അയർലൻഡിൽ ചെല്ലുകയും അവിടെ നല്ല ഹോസ്പിറ്റലിൽ അവൾ മെഡിക്കൽ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും അവിടെ ജോലി കിട്ടി. അവൾ 4 ലക്ഷം രൂപ സാലറി മേടിക്കുകയും എൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് ലഭിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോൾ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ
ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാറി മാറി കൊടുക്കേണ്ട സാഹചര്യങ്ങളാണ് മോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മകളെയും സഞ്ചാരി അമ്മേനെ മുറുകെ വിളിക്കുക, അമ്മ മാതാവ് നിൻ്റെ കൂടെ വന്നോളും. നീ അമ്മേനെ വിളിച്ചാൽ അമ്മ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ എപ്പോഴും നിൻ്റെ കൺമുമ്പിലിരിക്കുന്ന അമ്മേനെ നീ മാറി മാറി വിളിക്കുക, അമ്മ എപ്പോഴും തിരുക്കുമാരനും അമ്മയും നിൻ്റെ കൂടെ വന്നോളും എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ജോലി ഒരു കുഴപ്പവും കൂടാതെ അവൾ പോകുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 30 ലക്ഷം രൂപയോളം ഈ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല വ്യക്തികളായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ഇടപെടലിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ 30 ലക്ഷം രൂപയും കൊടുത്ത് ഇനി എനിക്ക് ഏകദേശം ഒരു 5 അല്ലെ 6 ലക്ഷം രൂപയോളം കടബാധ്യതകളേ ഉള്ളൂ. അതും അമ്മ മാതാവ് കൂടെ നടന്നുകൊണ്ട് എൻ്റെ മുന്നേ എൻ്റെ അമ്മ മാതാവ് നടന്ന് എൻ്റെ ഓരോ മേഖലയുടെ മേലും പരിശുദ്ധ അമ്മ സാന്നിധ്യത്താൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി എൻ്റെ അനുഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ വീടില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു, അമ്മേ എനിക്കൊരു ഭവനം തന്ന് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. മാതാവേ, അമ്മയുടെ ഭവനത്തിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടോളാവേ. എൻ്റെ അമ്മ മാതാവ് അതിനായിട്ട് ഒരുങ്ങണമേ, എനിക്ക് അതിനായിട്ട് സമയം ഒരുക്കി തരണമേ, എൻ്റെ പരിശുദ്ധ അമ്മ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനുള്ളിൽ എൻ്റെ പരിശുദ്ധ അമ്മ ഹൈവേ റോഡിൻ്റെ അരികിൽ, അതായത് ബസ് സർവീസും കംപ്ലീറ്റ് എല്ലാ ബസ്സുകളും ഓടുന്ന ഒരു സ്ഥലത്ത് എൻ്റെ പരിശുദ്ധ അമ്മ 17 സെൻറ്റ് സ്ഥലത്തോടു കൂടി എൻ്റെ അമ്മ എനിക്കൊരു നല്ല ഭവനം തന്നു. ആ അമ്മയുടെ ഭവനത്തിന് ഞാൻ കൃപാലയം എന്ന് പേരിട്ടു. അങ്ങനെ 6 മാസമായി ആ ഭവനത്തിൽ ഞാൻ കയറി താമസിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞാനും എൻ്റെ മക്കളും ഇന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ വയറ്റിൽ ഒരു 4 മുഴയുണ്ട്. ആ മുഴ ബ്ലീഡിങ്ങും ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ പൂജ്യമായ വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് തേന്, ഇതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുഴയ്ക്ക് ഇപ്പോൾ ഒത്തിരി ആശ്വാസം. എൻ്റെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം, ബ്ലീഡിങ്, ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്, എൻ്റെ HB തീരെ താന്നുകൊണ്ടിരിക്കുവാണ്. 5 പോയിൻറ്റിലായിരുന്നു എൻ്റെ HB. 12 പോയിൻറ്റിലാകേണ്ട HB എനിക്ക് 5 പോയിൻറ്റിലായിരുന്നു. കാരണം ഞാൻ 10 കിലോ അരി ഒരു ചാക്കിനകത്തിരുന്നാൽ ഞാൻ ആ 10 കിലോ അരിക്കകത്ത് 2 കിലോ അരി ബാക്കി വെച്ചിട്ട് 8 കിലോ അരിയും ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വിശപ്പില്ല, ബ്ലീഡിങ് കാര്യങ്ങളെല്ലാം എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, അമ്മ മാതാവ്, അമ്മ എനിക്ക് തന്ന ജീവനല്ലേ, ആ ജീവനെ അമ്മ മാതാവ് കാത്തു പരിപാലിക്കണമേ, എനിക്ക് ഒരു കുഴപ്പവും കൂടരുതേ. എൻ്റെ പരിശുദ്ധ അമ്മേ, എനിക്ക് ഇനി അരിതീറ്റ ഒന്ന് മാറ്റി തരണമേ. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, പ്രാർത്ഥനാ സഹായം ചോദിക്കാത്ത മനുഷ്യരില്ല ഈ അരിതീറ്റയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ ഉപ്പും ഈ ലോക്കറ്റ് ഞാൻ വായിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അരിതീറ്റ മാറ്റി തരണേ. കാരണം അരി കാണുമ്പോൾ എനിക്ക് വളരെയധികം ഫീലിംഗ് ആണ്, അരി തിന്നണം എന്നുള്ളൊരു ജ്വരമാണ്. അങ്ങനെ എനിക്ക് ഛർദി, തലകറക്കം എന്ന് വേണ്ട സർവ്വ രോഗങ്ങളും വന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ശക്തമായിട്ട് ഇടപെടലുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അരിതീറ്റ കംപ്ലീറ്റ് 4 വർഷമായിട്ട് ഞാനിപ്പോൾ അരി കാണുമ്പോൾ എനിക്ക് ഓക്കാനമാണ്. എൻ്റെ അമ്മയുടെ ഒരൊറ്റ ഈ ലോക്കറ്റിൻ്റെ ഒരു ശക്തിയും ഉപ്പിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അതും എൻ്റെ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് സാധിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഓരോ ഹോസ്പിറ്റൽ വഴിയും പത്രം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഓരോ രോഗികളെയും കണ്ട് അവർക്ക് പത്രത്തിൻ്റെ വില എന്താണെന്നും ആ മൂല്യം എന്താണെന്നും മനസ്സിലാക്കി അവരുടെ നെറ്റിയിൽ ശിരസിൽ കൈവച്ച് വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം അവരുടെ ശിരസിൽ തൂത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കൈകളിൽ കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് രോഗങ്ങൾക്കെല്ലാം സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത്. എനിക്ക് പള്ളി അങ്കണത്തിന് മുൻപിലോ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിലോ ഈ പത്രങ്ങൾ വെക്കുന്ന കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ വെക്കുന്ന വ്യക്തികളോട് പറയും, നമ്മൾ ഉടമ്പടി എടുത്ത വസ്തുക്കളല്ലേ, ആ വസ്തുക്കൾ പൂജ്യമായി ഉപയോഗിക്കേണ്ടതല്ലേ. എന്തുമാത്രം പേരാണ് ഈ പത്രം ഇട്ട് തട്ടിക്കളിക്കുന്നത്. ഓരോ പള്ളിയിലും വരുമ്പോൾ ഈ പത്രം ഇട്ട് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ വെക്കുന്ന പത്രം ഞാൻ എടുത്തുകൊണ്ട് പോയി കൊടുത്തോളാം. ഈ പത്രം ഇങ്ങനെ വെക്കാനുള്ള പത്രമല്ല, അത് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ പത്രമാണ്. ആ പത്രം ഞാൻ അങ്ങനെ കൊടുത്ത് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യും. പിന്നെ ഞാൻ രോഗികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഞാൻ പൈസയായിട്ട് കൊടുക്കും. പിന്നെ മക്കളായിട്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടും എനിക്ക് കുറവുകളൊന്നുമില്ല. നിറവുകളാക്കി എൻ്റെ ജീവിതത്തെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്.
എല്ലാം പരിശുദ്ധ അമ്മ തന്ന, ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി. ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു പറച്ചിലായതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം ദൈവം എനിക്ക് തന്ന് എന്നെയും എൻ്റെ മക്കളെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചതിൽ ആദ്യമായി ഞാൻ തിരുക്കുമാരനോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് സുധാ സന്തോഷ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം. ഞാനിവിടെ ആദ്യമായി പറയാൻ പോകുന്ന സാക്ഷ്യം, 25 വർഷത്തോളം സഞ്ചരിച്ചിരുന്ന എൻ്റെ വീട്ടിലേക്കുള്ള വഴി നഷ്ടമാകുകയും അതിനെ തുടർന്ന് എൻ്റെ മാതാവ് അത്ഭുതകരമായ ഒരു വഴി തന്നതിനെക്കുറിച്ചുമാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഞാൻ താമസിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷെയറിലാണ്, വീട്ടിലാണ്. അപ്പം പെട്ടെന്നത് ഒരു ഷെയർ ചെയ്യുകയും അതിനെ തുടർന്ന് 25 വർഷത്തോളം സഞ്ചരിച്ചിരുന്ന എൻ്റെ വഴി നഷ്ടമാകുന്നു. അപ്പം ആ വഴി 7 വർഷത്തോളം നമ്മൾ കേസ് പറയുകയായിരുന്നു. ആ കേസ് പറയുന്നത് കൊണ്ട് ആ വഴിയിൽ നമുക്കൊന്നും ചെയ്യാൻ ഒരു നിർവാഹവുമില്ല. അവിടെ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം കേസിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ വഴിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒത്തിരി കാട് കയറി കിടക്കുന്ന വഴിയാണ്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വീട്ടിൽ സഞ്ചരിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ 3 തവണ പാമ്പ് കയറി വന്നിട്ടുണ്ട്. 2 തവണ നിലത്തൂടെ ഇഴഞ്ഞുപോയി. ഞാൻ ചവിട്ടാൻ പോയപ്പോൾ ദൈവകൃപയുണ്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല. 3-ാമത്തെ തവണയെന്ന് പറയുന്നത് പാത്രങ്ങൾ കമഴ്ത്തി വെച്ചിരിക്കുന്ന എൻ്റെ പാത്രത്തിൽ ആ സ്പൂണ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പ് തൂങ്ങി കിടന്നു. ഞാൻ ആ സ്പൂൺ എടുക്കാൻ പോയതും പെട്ടെന്ന് പത്തി ഉയർത്തി. അപ്പോൾ എന്തോ ദൈവകൃപ തന്നെ കൊണ്ട് എൻ്റെ ജീവൻ അപ്പോഴും രക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു കൃപാസന പത്രം എനിക്ക് കിട്ടുന്നു. അത് ഞാൻ വായിച്ചു. അതിയായി എനിക്ക് ഇവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണമെന്നും എല്ലാം എനിക്ക് ആഗ്രഹം. ആ ആഗ്രഹം വെറും 3 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരുവാനും എനിക്ക് ഉടമ്പടി എടുത്തു. ഞാൻ 2022 നവംബർ 26 ഞാൻ ഉടമ്പടി എടുക്കുന്നു. ആ ഉടമ്പടി എടുത്തു പോയി. ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുകയും, അപ്പോൾ 5:30 മണിക്ക് പ്രാർത്ഥന കൂടിയതിന് ശേഷം ഈ കാട്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് എനിക്ക് ആ വഴി വേണമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് മാതാവെ അനുയോജ്യമായ ഒരു വഴി എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ശനിയാഴ്ച ആയപ്പോൾ ഞാൻ ഉപവാസത്തിലായിരുന്നു. ഒരു 11 മണിയായപ്പോൾ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നു. ഞങ്ങൾ ആ കേസ് പരാജയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് 25 വർഷത്തോളം സഞ്ചരിച്ചിരുന്ന ആ വഴി നഷ്ടമായി. അപ്പോൾ അങ്ങനെ അവർക്ക് മതിൽ കെട്ടാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി. നമ്മൾ ആ കേസ് പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അപ്പോൾ മാതാവിൻ്റെ ദൃഢമായി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ധ്യാനങ്ങൾ കേൾക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒത്തിരി തവണ പറയാറുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്ത് കാര്യം വന്നിരുന്നാലും മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാകും എന്നുള്ള ആ പ്രാർത്ഥനയിൽ ഞാൻ മുഴുകിയിരിക്കുകയും, അങ്ങനെ പിറ്റേ ഞായറാഴ്ച തന്നെ അവർ മതിൽ കെട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ചുറ്റിനുമായിട്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് റോഡാണ്, പക്ഷേ എൻ്റെ വീട് ഒരു 10 അടിയോളം ഉയർന്നു നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ വാഹനം അനുയോജ്യമായിട്ടുള്ള ഒരു പാതയെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വർഷവും നമ്മൾ സഞ്ചരിച്ചിരുന്ന വഴിയായിരുന്നു. അങ്ങനെ 25 വർഷത്തോളം ഈ സഞ്ചരിച്ച വഴി നമുക്ക് നഷ്ടമായി. അങ്ങനെ നമുക്ക് വേറെ ഫ്രണ്ടിലൂടെ നമുക്ക് വഴി എടുത്തു കഴിഞ്ഞാലും അതിലൂടെ നമുക്ക് വാഹനം ഇതിൽ കൂടെ കയറാനോ ഒന്നും പറ്റില്ല, നിർവാഹമാണ്, അത് പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി ജനങ്ങളും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് കയറുന്നതെന്ന്. അപ്പം ഞാൻ എന്നിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിനാൽ, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാകും എന്നുള്ള ആ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ നമുക്ക് എന്തായിരുന്നാലും ഒരു വഴി വേണം. അങ്ങനെ ഫ്രണ്ടിലെ ആ സ്ഥലം നമ്മൾ ഒരു JCB കൊണ്ടുവന്ന് ഇടിച്ചു. അപ്പോൾ ഒത്തിരി പേരും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് എന്തായിരുന്നാലും അകത്തോട്ട് നിങ്ങൾക്ക് വണ്ടിയൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, നമുക്ക് 4 വീലറൊക്കെ നമുക്ക് വിൽക്കാം, നമുക്ക് കുഞ്ഞു റോഡാണ്, അപ്പോൾ അവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് സ്കൂട്ടറൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി നമുക്കിങ്ങനെ വയ്ക്കാനുള്ള ഒരു സാഹചര്യമേ നമുക്ക് അപ്പോഴുണ്ടായിരുന്നുള്ളൂ. മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു, പ്രാർത്ഥിച്ചു.
അങ്ങനെ അത്ഭുതം എന്നോളം ഇപ്പോഴെൻ്റെ ആ വഴി, മാതാവ് തുറന്നു തന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ 5 കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു അത്ഭുതകരമായ ഒരു വഴി എനിക്ക് എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ തിരുക്കുമാരനും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. അത്ഭുതമാണത്. എല്ലാവരും ഒത്തിരി പേരും പറഞ്ഞ ഒരു കാര്യമാണ്. ഒരിക്കലും അത് മനുഷ്യനതിനെതിരെ സഞ്ചരിക്കാനോ വാഹനം കയറ്റാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. ഒത്തിരി വർഷത്തോളം എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അസുഖം നിരന്തരമാണ്. ഒരു 3 മാസത്തോളം ഞാൻ പകലും രാത്രിയും ഉറങ്ങാതെ കിടന്ന നാളുകളുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ആ നിരന്തരമായ ഒരു പ്രശ്നം. അപ്പം ആ ഒരു 2022 നവംബർ 26 ഉടമ്പടി എടുത്ത എനിക്ക് ഇന്നേ വരെ തലവേദനയോ അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമോ എനിക്കുണ്ടായിട്ടില്ല. അതിനും ഞാൻ തിരുക്കുമാരനോടും മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറയുന്നത്, ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പോൾ കാലിൽ നല്ല വെരിക്കോസിൻ്റെ പ്രശ്നമാണ്. സ്കൂളിൽ ഒരു 7 മണിക്കൂറോളം 7 പീരീഡോളം പഠിപ്പിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ നിരന്തരമായ കാല് വേദനയാണ്. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അസഹ്യമായ വേദന. ഞാൻ ഉടമ്പടി തൈലം എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാലിൽ ഉടമ്പടി തൈലം ഇട്ട് എൻ്റെ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കും. ഇന്നേ വരെയും എനിക്ക് ആ കാലിൽ ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. വെരിക്കോസിൻ്റെ അസുഖം പൂർണ്ണമായി എൻ്റെ മാതാവ് സൗഖ്യമാക്കി തന്നു. എൻ്റെ മൂന്നാമത്തെ രോഗസൗഖ്യം എന്ന് പറയുമ്പോൾ, രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഇടതുഭാഗത്തെ തലയുടെ ഉള്ളിൽ നിന്നും കഴുത്തിൽ എന്ന് വെച്ചാൽ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് അനക്കാൻ പറ്റത്തില്ല, മരവിപ്പാണ്. അപ്പോൾ ഒരു 4 മണിക്കൂറോളം ആ മരവിപ്പ് എൻ്റെ തലയിലെ ഉള്ളിലും കഴുത്തിലും നിൽക്കാറുണ്ട്. അപ്പോൾ അത് അസഹ്യമായ വേദനയാണ്. അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമിട്ട് എപ്പോഴും ഞാൻ ഉടമ്പടി തൈലമിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നേ വരെയും ഈ നിമിഷം വരെയും എനിക്ക് ഈ വേദന എനിക്ക് മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു. ഇന്നേ വരെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ നിരന്തരം ഒരാഴ്ചയിൽ ഒരു 3 തവണ ഞാൻ എപ്പോഴും കഴിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് പാരസെറ്റാമോളും ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് എനിക്ക് എപ്പോഴും ഞാൻ ഉപയോഗിക്കും ശരീരവേദന കൊണ്ട്. പക്ഷേ എൻ്റെ ഈ 2 കൈകളിലും ഇപ്പോൾ ഉള്ളത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ്. ഒരു രീതിയിലും ഈ വർഷത്തിന് ഇടയിൽ ഒരു മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ പറയുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാനിവിടെ എൻ്റെ കാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എന്ന് വെച്ചാൽ ഒരു 1.5 കിലോമീറ്ററോളം അടുത്ത് തന്നെ ഒരു 45 അമ്മമാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കിടരോഗികളാണ്. ആ അമ്മമാരുടെ അടുത്ത് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഉപവാസം എടുക്കുമ്പോഴാണ് ഞാൻ അവിടെ അമ്മമാരുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അമ്മമാരുടെ അടുത്ത് പോയി ജപമാല പറയും. പിന്നെ അതിലുപരി അവരോട് നല്ല മാതാവിൻ്റെ പാട്ടുകളും എല്ലാം ഞാൻ പാടും. ഞാൻ ഹിന്ദുവാണ്. എന്നിരുന്നാൽ പോലും അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ജപമാലയും പ്രാർത്ഥനയും എല്ലാം പറയാറുണ്ട്. ഞാൻ കുഞ്ഞുനാളിലെ മാതാവിനെയും ഈശോയെയും അധികമായി ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വാതിൽ തുറക്കുമ്പോൾ ഒരു അത്ഭുത മാതാവിൻ്റെ കുരിശടിയാണ് എനിക്ക് അവിടെ എനിക്ക് മാതാവ് തന്നത്. അപ്പോൾ എന്നും ഞാൻ ആ ഒരു കുരിശടി ഞാൻ കണ്ടാണ് ഞാൻ വാതിൽ തുറക്കുമ്പോൾ ആ കുരിശടി കാണും. അതെനിക്കൊരു വലിയൊരു അത്ഭുതമാണ്. അവിടെ എല്ലാ വ്യാഴാഴ്ചയും മാസത്തിലെ ഒരു വ്യാഴാഴ്ച കുർബാനയുണ്ട്. ആ കുർബാനയിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നാൽ തന്നെ ആ കുർബാന എനിക്ക് കാണാൻ പറ്റും. എല്ലാ കുർബാനയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരു ദിവസം പോലും അവിടെ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. പിന്നെ അതുപോലെ RCC സെൻറ്ററുകളിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിനിത ആ മോളും കൂടെ പോയാണ് ഫുഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിലുപരി ഒത്തിരി പേരിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ വണ്ടിയിലാണ് നമ്മൾ RCC സെൻറ്ററുകളിൽ അവിടെ നമ്മൾ ഫുഡ് വിതരണം ചെയ്യുന്നത്. ആ വിതരണം ചെയ്യുന്ന ഫുഡിനോടൊപ്പം തന്നെ നമ്മൾ പത്രങ്ങളും കൊടുക്കാറുണ്ട്. കൃപാസന പത്രം നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്, നമ്മൾ ഫുഡ് കൊടുത്ത് ഫുഡ് മൊത്തം തീർന്നു. അങ്ങനെ കൃപാസനം പത്രം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം അങ്കിൾ ചോദിച്ചു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല,
എനിക്ക് കൃപാസന പത്രം തന്നാൽ മതി. അപ്പോൾ അത്രയും ഒരു മാതാവിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു വാക്ക് കേട്ടപ്പോൾ അപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷമായി. പിന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. നമ്മളെ അടുത്തുള്ള ജില്ലാ ഹോസ്പിറ്റലുകളിലും വൈകുന്നേരം ഫുഡുകൾ തയ്യാറാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മൾ പത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബസ് സ്റ്റാൻഡിലുമൊക്കെ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും സ്റ്റാറ്റസ് ഇടുകയും പിന്നെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊള്ളാറുണ്ട്. അതിലുപരി ഞാൻ സഞ്ചാരി മാതാവ് എന്ന ഒരു ഗ്രൂപ്പിലെ അംഗമാണ്. അപ്പം 4:45 അവിടെ നമ്മൾ ജപമാല, പിന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പം അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ 7 മണിക്ക് അച്ഛൻ്റെ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും 7:15 അതുപോലെ തന്നെ ജപമാല 8:05 വരെ ജപമാലയുണ്ട്. 9:30 പിന്നെയും 9:30 മണി മുതൽ 10:45 വരെ ഈ സഞ്ചാരി മാതാവ് ഗ്രൂപ്പിലെ പ്രാർത്ഥന. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് രോഗസൗഖ്യ പ്രാർത്ഥന, കുരുക്കുകൾ അഴിക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞൊരു 11 മണിയാകുമ്പോഴേ ഈ പറയുന്ന ഒരു പ്രാർത്ഥനയിൽ കഴിയത്തുള്ളൂ. അപ്പോൾ മൊത്തമായിട്ടൊരു ദിവസം മാതാവിനും നമ്മുടെ തിരുക്കുമാരനും ഞാൻ എൻ്റെ ജീവിതം തന്നെ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത്രയും ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച എൻ്റെ തിരുക്കുമാരനും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വരുന്നത് ചേർത്തലയിലുള്ള എഴുപൂനിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 21 ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. എൻ്റെ ജോയിൻ്റൊക്കെ നല്ല തേയ്മാനം ഉണ്ടായിരുന്നു. എൻ്റെ നട്ടലിൻ്റെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്ക് ഉന്തി നേർക്കെട്ടിലോട് കൂടിയ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ സാമ്പത്തികാവസ്ഥ ബുദ്ധിമുട്ടിലായതിനെ തുടർന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഭക്ഷണം പോലില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ലിങ്കു എന്നാണ് പേര്. അപ്പോൾ ലിങ്കു എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ വന്ന ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു. അന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല, അത്ര തിരക്കായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഇടപെടലൊന്നുകൊണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. അന്ന് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബ്രദർ പറഞ്ഞു, ഉടമ്പടി എടുക്കുമ്പോൾ ഈശോയും മാതാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. മാതാവ് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടാവും, വസ്ത്രം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ശരിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ അത്ര ബുദ്ധിമുട്ടിലായിരുന്നു. അന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി. പക്ഷേ പിറ്റേ ദിവസം മുതൽ എനിക്ക് അത്രയും ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് മൂലം എൻ്റെ ഹെൽത്ത് വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് രാവിലെ 5:30 എഴുന്നേക്കാനും സാധിക്കുമായിരുന്നില്ല. ഞാൻ എപ്പോഴാണോ എഴുന്നേക്കുന്നത് ആ സമയത്ത് ഞാൻ അമ്മയോട് പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇത്രയും വയ്യാതിരുന്ന കൊണ്ടാണ് എഴുന്നേക്കാൻ സാധിക്കാത്തത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴാണോ എഴുന്നേക്കുന്നത് ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം എൻ്റെ ഹെൽത്ത് വീണ്ടും വീക്കായി. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ബ്രദർ പറഞ്ഞ കാര്യം ഓർത്തു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കതിനുള്ള ഒരു യോഗ്യതയില്ല, എന്നാലും അമ്മ വരുമോ എന്നിങ്ങനെ ആകെ വിഷമിച്ചിരുന്നു. പെട്ടെന്ന് എനിക്കൊരു സുഗന്ധം ഫീൽ ചെയ്തു. ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരോ വന്നിങ്ങനെ പറയുന്ന പോലെ തോന്നും, നീ പതിയെ നടക്കണം, സാവധാനം നടക്കണം, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു തരും. ആ സമയത്ത് ഞാൻ അതെല്ലാം അനുസരിക്കും. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തൈലം എല്ലാം ദേഹത്തൊക്കെ വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് എൻ്റെ വേദനയെല്ലാം എനിക്ക് കുറച്ച് റിലാക്സായി. അതിനുശേഷം എൻ്റെ വേദന കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആരോഗ്യം വളരെ പ്രശ്നത്തിലാണ്. അസുഖത്തിൻ്റെ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര വീക്കായിരുന്നു എൻ്റെ ഹെൽത്ത്. അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് നല്ല നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് എനിക്ക് ആരോഗ്യം വരുത്താനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് അമ്മയുടെ ഉപ്പിൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ആരോഗ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ എനിക്ക് കസേരയിൽ എഴുന്നേറ്റിരിക്കാനൊക്കെ സാധിച്ചു. പിന്നീടുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ എൻ്റെ നട്ടലിൻ്റെ കാര്യം പറഞ്ഞു. നട്ടലിൻ്റെ 3 അസ്ഥികൾ പരസ്പരം കുത്തിക്കയറി പുറത്തേക്ക് ഉന്തി നീർക്കെട്ടിലോട് കൂടിയ അവസ്ഥയുള്ള രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ നട്ടലിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ നട്ടലിലെ വേദന നന്നായിട്ട് കുറഞ്ഞു. അതിനുശേഷം ഞാൻ പതിയെ നടക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ചുറ്റി ഒരു സുഗന്ധം അനുഭവപ്പെടും. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് പുറത്തേക്ക് നടക്കാറിറങ്ങും. അപ്പോഴൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകും. ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. പിന്നെ സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. അതിനുശേഷം ഞാൻ എനിക്കറിയാവുന്നവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയും ഫോണിൽ. ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഫീൽ ചെയ്യും. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും. അതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും. അതിനുശേഷം ആണ് ഞാൻ ഓർത്തത്, കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നു തുടങ്ങി. ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത്രയും ദൂരം നടക്കുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, കാലിനൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് നടക്കാൻ സാധിച്ചു. പിന്നെ അതിനുശേഷമായിരുന്നു ഒക്ടോബറിലുള്ള ജപ്മാല റാലി. ജപ്പാൻ റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഞാൻ ജപ്മാല ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി. ജപ്മാല റാലിക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങി. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അത്രത്തോളം നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ട് അമ്മ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ആരോഗ്യം തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ചെരുപ്പ് ഊരി മാറ്റിയിട്ട് കൃപാസനത്തിൽ മുതൽ അർദ്ധങ്കൽ പള്ളി വരെ ഞാൻ നടന്നു. പല സമയത്തും ഞാൻ റാലിയുടെ ഏറ്റവും പുറകിലായി പോകുമായിരുന്നു. എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ വയ്യാത്ത അവസ്ഥ വരും, ഞാൻ വീഴുമോ എന്നുള്ള അവസ്ഥ വരും. അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ എന്നെ വീഴ്ത്തരുതേ, ഞാൻ പള്ളി വന്നിട്ട് വീണോട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഈ ജപമാല പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ സമയത്ത് എൻ്റെ ശരീരം പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് എനിക്ക് എനർജി വരും. ഞാൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ ഭയങ്കര സ്പീഡിൽ നടക്കും. ഇതുപോലെ 2-3 പ്രാവശ്യം ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ നടന്നത്. ഒരിക്കലും എൻ്റെ ആരോഗ്യം കൊണ്ടല്ല, ശരിക്കും എൻ്റെ മാതാവാണ് അന്ന് എന്നെ നടത്തിച്ചത്. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് സുഗന്ധാഭിഷേകമൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ചു അമ്മ എന്നെ വിട്ടുപോയി എന്ന സങ്കടത്തോടെയാണ് ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അമ്മയുടെ ഭയങ്കര പരിഭവമായിരുന്നു. എന്നിട്ട് പിണങ്ങി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പിണക്കത്തിലാണ് എല്ലാം ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ അമ്മയെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു യോഗ്യത ഇല്ലാത്തതാണ് ഞാൻ. അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നിട്ടും എന്നെ പൊന്നു പോലെ നോക്കിയത് എൻ്റെ മാതാവാണ്. അപ്പം ഞാൻ അമ്മയോട് കാര്യം പ്രാർത്ഥിച്ചു, അമ്മേ ഇനി അമ്മ എൻ്റെ അടുത്ത് വരണ്ട, കാരണം അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല.
അമ്മ എന്നെ കൃപാസനത്തിലിരുന്ന് എന്നെ ഒന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഉടമ്പടി കാര്യങ്ങൾ വീണ്ടും വളരെ ദൈവസ്നേഹത്തോടെ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. പിന്നീട് ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറാത്തത്? ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വേണ്ട എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ. പിന്നെ എന്താ മാറാത്തതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്നെ നട്ടെല്ലാം നിവർത്തി നിൽക്കാനായിട്ട് ദൈവം എന്നെ അതുവരെ ആക്കി. ഇനി ബാക്കി നീ പ്രവർത്തിച്ച് നേടണം എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും നാൾ ഞാൻ കാരുണ്യ പ്രവർത്തികളൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ വഴികൾ മാതാവ് കാണിച്ചു തന്നു. പക്ഷെ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇനി മെഡിസിനൊന്നും ഞാൻ കഴിക്കണില്ല. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് പ്രവർത്തിച്ച് എത്ര വൈകിയാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ മാത്രം എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ഓരോ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ വേദനകളൊക്കെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പക്ഷേ ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകുമായിരുന്നു അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യും. പിന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കും. അതുപോലെ ഓരോ കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പക്ഷേ എൻ്റെ വലത് കൈയുടെ മുട്ടുകൈ ഭയങ്കര തേയ്മാനമായിരുന്നു. എൻ്റെ വലത് മുട്ടുകൈയുടെ വേദന മാത്രം എനിക്ക് മാറ്റി തന്നില്ല. അപ്പം ഞാൻ വളരെ വിഷമിച്ചു. അന്ന് ഞാൻ ദൈവത്തോട് ഈശോയോട് ചോദിച്ചു, ഈശോ എൻ്റെ വലത് മുട്ടുകൈയുടെ വേദന മാത്രം നീ എന്താ മാറ്റി തരാത്തതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് അങ്ങനെ ഓർത്ത് വിഷമിച്ചു. അതിനുശേഷമുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ രോഗശുശ്രൂഷയിൽ പറഞ്ഞു, വലത് മുട്ടുകൈയുടെ അസ്ഥികൾ തേയ്മാനം സംഭവിച്ച് ദ്രവിച്ച് കുത്തുപാടുകളോട് കൂടിയിരിക്കുന്ന രോഗാവസ്ഥയിലുള്ള ഒരു രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിയെന്ന് വേണം പറയാൻ. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മുട്ടുകൈയിൽ കുരിശ് വരച്ചു. അതിനുശേഷം എൻ്റെ ആ വേദന എനിക്ക് ഈശോ എടുത്ത് മാറ്റി തന്നു. പക്ഷെ പല പ്രാവശ്യം ഞാൻ 2023 മുതൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ എനിക്ക് 4 പ്രാവശ്യം വന്നിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല. ഈ മാസം ജനുവരി 6 മുതൽ ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ആണ് ഇവിടെ വരുന്നത്. കാരണം ഒരുപാട് തടസ്സങ്ങൾ കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ പ്രാർത്ഥന അമ്മ മാതാവ് കേട്ടു. അങ്ങനെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള അവസരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി